ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 40 ഇന്ന് വായിക്കാം. മാറി മാറി എല്ലാവരും വായിക്കുക. രണ്ട് ശ്ലോകം ശ്ലോകം വെച്ച് വായിക്കാം. തുടങ്ങിക്കോട്ടെ. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 40. ശിശുസബാലയേ പടീശരാഖരേ ചുരീകരീ ദ്രവ്യാഖായ മാരേ ബാലേ കേരാ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. നിമായി സാധാരണ ശിശുക്കളെ പോലെ കളികൾ പഠിക്കുകയും കളിക്കൂട്ടുകാരോടൊത്ത് അടുത്തുള്ള സുഹൃത്തുക്കളുടെ ഭവനങ്ങളിൽ പോകുകയും അവരുടെ ആഹാര പദാർത്ഥങ്ങൾ മോഷ്ടിച്ചെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. ചിലപ്പോൾ ആ കുട്ടികൾ പരസ്പരം പോരാടുകയും ചെയ്തിരുന്നു. ശിശു സഭാസജീസ്ഥാനെ കൈലേ നിവേദന ശുനീ സജീപുത്രേ കിജൂദിലാവോലാഹന. നിമായി തങ്ങളോട് തല്ലുകൂടുന്നതിനെ കുറിച്ചും അയൽവീടുകളിൽ നിന്ന് ആഹാരം മോഷ്ടിക്കുന്നതിനെ കുറിച്ചും എല്ലാ കുട്ടികളും സജി മാതാവിനോട് പരാതിപ്പെട്ടിരുന്നു. അതിനാൽ അവർ ചിലപ്പോൾ തന്റെ പുത്രനെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തിരുന്നു. കേനെ ചൂരി കരേ കേന മാരഹാതി ശിശൂരേ കേനെ വരി പരാഖരേ യാഹാ കിബാനാഹി ഖരേ. സജി മാതാവ് പറഞ്ഞു, നീ എന്തിനാണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത്? മറ്റു കുട്ടികളെ തല്ലുന്നത് എന്തിനാണ്? നീ മറ്റുള്ളവരുടെ ഗ്രഹങ്ങളിൽ കയറുന്നത് എന്തിന്? നിന്റെ വീട്ടിൽ എന്താണ് ഇല്ലാത്തത്? ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വേദാന്ത സൂത്രം അനുസരിച്ച് ജന്മാദ്യസ്യത സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പരമനിരപേക്ഷ സത്യമായ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നാം ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം മുമ്പേ തന്നെ ആധ്യാത്മിക ലോകത്തിലുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അവിടുന്ന് എങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? അവിടുന്ന് എങ്ങനെയാണ് കലഹിക്കുന്നതും അടിപിടി കൂടുന്നതും? അവിടുന്ന് ഇവയെല്ലാം ചെയ്യുന്ന ഒരു മോഷ്ടാവെന്ന നിലയിലോ ഒരു ശത്രു എന്ന നിലയിലോ അല്ല. പകരം സ്നേഹിതനായ ഒരു സുഹൃത്തായിട്ടാണ്. അവിടുന്ന് ഒരു കുട്ടി എന്ന നിലയിൽ മോഷ്ടിക്കുന്നത് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ സ്വാഭാവികമായ സഹജ വാസനയാലാണ്. ഈ ഭൗതിക ലോകത്തിലും ചെറിയ കുട്ടികൾ ചിലപ്പോൾ ശത്രുതയോ ദുഷ്ടമനസ്സോ ഇല്ലാത്ത അയൽവീടുകളിൽ പോവുകയും മോഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർ കലഹിക്കുകയും ചെയ്യും. കൃഷ്ണനും കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളെ പോലെ ഇവയെല്ലാം ചെയ്തിരുന്നു. മോഷണ പ്രവണതയ്ക്കും കലഹപ്രവണതയ്ക്കും ആധ്യാത്മിക ലോകത്തിൽ അസ്തിത്വമില്ലെങ്കിൽ അവയ്ക്ക് ഈ ഭൗതിക ലോകത്തിലും അസ്തിത്വമുണ്ടാകില്ല. ആധ്യാത്മിക ലോകത്തിലെ മോഷണം സ്നേഹ സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ കളവും കലഹവും ശത്രുതയുടെയും അസൂയയുടെയും അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്നതാണ് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അസ്തിത്വമുണ്ടെന്നും എന്നാൽ അവ അവിടെ മാദകാവസ്ഥയില്ലെന്നും, പക്ഷേ ഭൗതിക ലോകത്തിൽ എല്ലാം പ്രവർത്തനങ്ങളും ചോദ്യാവസ്ഥയിലാണെന്നും നാം മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു. കേൾക്കാം. ഇവിടെ ഒരു പ്രധാന കാര്യമാണ് ശീല പ്രഭുപാദ് പറയുന്നത്. ഭാവാർത്ഥത്തില് ഈ മോഷണവും അതുപോലെ കലഹം, അടിപിടി ഇതൊക്കെ ആധ്യാത്മിക ലോകത്തിലും ഉണ്ട്, ഭൗതിക ലോകത്തിലും ഉണ്ട്. റൈറ്റ്? ആധ്യാത്മിക ലോകത്തിലുണ്ട്, ഭൗതിക ലോകത്തിലുണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് കിടക്കുന്ന അന്താരാഷ്ട്ര കൃഷ്ണോബോധ സമിതിയിലും ഉണ്ട്. റൈറ്റ്? ഇതെല്ലായിടത്തും ഉണ്ട് ഈ സംഭവം. റൈറ്റ്? പക്ഷേ എന്താണ് ഇവിടെ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്? പ്രവർത്തനങ്ങൾ ഒരുപോലെയാണെങ്കിലും അതില് വ്യത്യാസം എന്താണ്? ആത്മീയത്തിൽ മോഷ്ടാവില്ല, ഇവിടെ മോഷ്ടാവും. എന്താണ്? ആത്മീയ ലോകത്തിൽ മോഷ്ടാവ് എന്ന പേര് വരുന്നില്ല, ഇവിടെ മോഷ്ടാവ് എന്ന പേര് വരും. പേര് വരുന്നുണ്ടല്ലോ, കൃഷ്ണന് മാക്കൻ ചോറ് എന്നുള്ള പേര് വരുന്നുണ്ട്. പക്ഷെ അത് ലീലയായിട്ട് കണക്കുകൂട്ടി ജനങ്ങളെ അത് അത്യധികം ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത്. എന്തുകൊണ്ട്? ഭഗവാൻ ചെയ്യുന്നതെല്ലാം ലീലയാണ്. അതായത് ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാൻ സമ്പൂർണനാണ്. അപ്പൊ ഒന്നും
ഭഗവാന് പ്രത്യേകിച്ച് എടുത്തു കൊണ്ടുവന്നിട്ട് വേണ്ട, അല്ലെങ്കിൽ ആരുടെയും മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ തല്ലുകൂടിയിട്ടോ പ്രത്യേകതയൊന്നുമില്ല. മറ്റുള്ളവരോടുള്ള സൗഹൃദം, സംഭാഷണവും ഒക്കെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ മനസ്സിലാക്കാൻ പറ്റൂ. റൈറ്റ്. ആ- ആ- ഭാവാർത്ഥത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ- ആത്മീയ ലോകത്തില് സ്നേഹ സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇവിടെ അത് അസൂയയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. സത്യതയിൽ പ്രധാന ഉറപ്പില്ല. വ്യത്യാസം. സെൻട്രലൈസ് ചെയ്യുന്നത് കൃഷ്ണനെ ആയതുകൊണ്ട് അത് സ്ഥിരത ഉണ്ടാവില്ല, അത് മാറി മറിയും. അത് കോൺസ്റ്റന്റ് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവില്ല. ഒന്ന്. രണ്ടാമത് കൃഷ്ണനെ സെൻട്രലൈസ് ചെയ്ത് വരുന്നത് കൊണ്ട് അത് വലിയൊരു അപാകതയായിട്ട് അത് എക്സ്ട്രീമിലേക്ക് പോവില്ല. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയിൻ എന്താണ് ഈ ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്? അസൂയ, റൈറ്റ്? ഭൗതിക ലോകത്തിൽ ഇതിന് പുറകിലുള്ള ഭാവം എന്താണ്? എൻവി, വിദ്വേഷം, അസൂയ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വഴക്കായാലും മോഷണമായാലും ഒക്കെ നടക്കുന്നത്. ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയല്ല, അല്ലെ? അത് ഈ പറഞ്ഞ പോലെ സ്നേഹ സൗഹൃദം, ലീലകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. എൻവി, റൈറ്റ്? അസൂയ എന്ന് പറയാം, വിദ്വേഷം എന്ന് പറയാം. അത് ഭൗതിക ലോകത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ആധ്യാത്മിക ലോകത്തിൽ അതില്ല. സോ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചു. മേ ബി അടിപിടി കൂടാതിരിക്കാം, മോഷ്ടിക്കാതിരിക്കാം, പലതും ഉണ്ടാവാം. പക്ഷെ ഹൃദയത്തിനകത്ത് എൻവി ഉണ്ടെങ്കിൽ ഇപ്പോഴും ഭൗതിക ലോകത്തിൽ തന്നെയാണ് നമ്മൾ. മനസ്സിലായില്ലേ? എൻവി എന്ന് വെച്ചാൽ എന്താ? അസൂയ, ശത്രുത മറ്റൊരാളോടുള്ള അതെ. എന്താ പറയുന്നത്, വിദ്വേഷം, റൈറ്റ്? വിദ്വേഷം. അസൂയയും വിദ്വേഷം തമ്മിൽ വ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? യെസ്. എന്താണ് വ്യത്യാസം? അസൂയ എന്ന് വരുമ്പോൾ ഒരാള് നമ്മളെക്കാൾ അധികമായിട്ട് ഉയരുമ്പോൾ അതിന് അസൂയ തോന്നും, ഏതൊരു വിധത്തിലാണെങ്കിലും. വിദ്വേഷം എന്ന് പറയുമ്പോൾ അവരെ തീർച്ചയായിട്ടും അവരെ ഒരു പ്രകാരം അവരെ അംഗീകരിക്കത്തില്ല. ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസൂയ എന്ന് പറഞ്ഞാല്, ഓ അയാൾക്ക് ഇതുണ്ടോ, എനിക്ക് അതിനെക്കാട്ടിലും വേണം. അതാണ് അസൂയ. അല്ലെ, അയാൾക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ എനിക്ക് 2 കാറ് വേണം. അല്ലെങ്കിൽ എന്താണെങ്കിലും അയാൾക്ക് ആ കഴിവുണ്ടോ, എനിക്ക് അതിലും നല്ല ആളാവാൻ ശ്രമിക്കണം. റൈറ്റ്? ഇതാണ് അസൂയ. വിദ്വേഷം എന്ന് പറഞ്ഞാലോ, ആ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? അയാളുടെ ഇല്ലാണ്ടാവണം. ആ, എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യമില്ല, അയാൾക്ക് ഇല്ലാണ്ടാവണം. ആ കഥ ഓർമ്മയുണ്ടോ? ശിവന്റെ 2 ഭക്തന്മാരെന്ന് പറഞ്ഞ യഥാർത്ഥ കഥയല്ല, പക്ഷെ അത് പറയാൻ വേണ്ടി പറയാറുണ്ട്. ഓർമ്മയുണ്ടോ ആ കഥ? പ്രഭു നോടി പറയൂ. മറന്നുപോയി. അതായത് 2 ശിവഭക്തന്മാരെന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥത്തിൽ ഭക്തന്മാരല്ല, ആരാധകരായിരുന്നു. അപ്പോ 2 പേരും അയൽപക്കക്കാരാണ്, വലിയ ദൂരമൊന്നുമില്ല, അടുത്തടുത്ത വീടുകളാണ്. 2 പേരും ശിവനോട് പ്രാർത്ഥിച്ചു. അപ്പോ പക്ഷെ പരസ്പരം ഇവർ ഉണ്ടെന്ന് ഒരാൾ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. പക്ഷെ 2 പേരും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ആദ്യത്തെ വീട്ടിലേക്ക് ശിവൻ പ്രത്യക്ഷപ്പെട്ടു, മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പൊ ആശുതോഷ് എന്നല്ലേ ശിവന്റെ പേര്, പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യും. സോ ആദ്യത്തെ ആള് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറയൂ, ഒരു BMW കാറ് വേണം എന്ന് പറഞ്ഞു, എക്സാമ്പിൾ. അപ്പൊ മഹാദേവൻ പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞ് ഉടനെ അനുഗ്രഹിച്ചു, ആ കാറ് കിട്ടിയ അയാൾക്ക്. അപ്പോ അടുത്ത വീട്ടിലേക്ക് പോയി, അയാളും പ്രാർത്ഥിച്ചല്ലോ. അടുത്ത വീട്ടിൽ പോയ സമയത്ത് ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, മറ്റേയാൾ എന്താണ്
അനുഗ്രഹം ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ BMW ആണ് ചോദിച്ചത്, അത് കിട്ടി. അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് മറ്റേയാള് എന്താണോ ചോദിക്കുന്ന അതിന്റെ ഡബിൾ എനിക്ക് തന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. മനസ്സിലായി? അപ്പൊ നമ്മൾ AB എന്ന് വെക്കാം. അപ്പൊ ഒരു ഭക്ത A വന്നിട്ട് അദ്ദേഹം ഇത് ചോദിച്ചു, ഒരു BMW ചോദിച്ചു. B എന്ത് ചോദിച്ചു? A ചോദി അയാളുടെ ഡബിൾ ആ ഇരട്ടി. A ചോദിക്കുന്നതിന്റെ ഡബിള് Bക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ വീട്ടിൽ 2 BMW കാർ നിൽക്കും. റൈറ്റ്? ഇങ്ങനെ അപ്പോ Aക്ക് പിന്നെ ഓ അത് ശരി, ഇയാൾ ഇതാണല്ലേ എന്ന് പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ വീണ്ടും വന്നു. ആ, എന്നിട്ട് ചോദിച്ചു എന്താണ് നിനക്ക് ഇപ്പൊ ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ A പറഞ്ഞു ഈ B എന്താണ് ചോദിച്ചതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ നിനക്ക് എന്താണോ വരം കിട്ടുന്നത് അതിന്റെ ഇരട്ടി അയാൾക്ക് കിട്ടണം എന്നുള്ളതാണ് വരം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഒന്ന് ആലോചിച്ചിട്ട് ഭക്ത A പറയാണ് എൻ്റെ ഒരു കണ്ണ് കാണാതെ പോട്ടെ എന്ന് പറയും. റൈറ്റ്? ബാക്കി കഥ പറയേണ്ട കാര്യമില്ല. അപ്പൊ ചോദ്യം ഇതാണ്, എയുടെ ഭാവം എന്താണ്, ബിയുടെ ഭാവം എന്താണ്, ഏതാണ് അസൂയ, ഏതാണ് വിദ്വേഷം? A വിദ്വേഷം വന്നു, B അസൂയ. ഇത് ഹിസ്മോളസ് രാധാനാഥ് സ്വാമി മഹാരാജ് ഒരു പ്രാവശ്യം പറഞ്ഞ കഥയാണ്. എൻവി ആൻഡ് ജലസി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതിന് പറയുകയായിരുന്നു. പക്ഷെ രണ്ടും മോശമാണ്. പക്ഷെ തമ്മിൽ കൂടുതൽ മോശം ഏതാണ്? കൂടുതൽ മോശം വിദ്വേഷം, envy. കൂടുതൽ മോശം വിദ്വേഷം. റൈറ്റ്? അപ്പൊ അതില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആധ്യാത്മിക ലോകത്തിലുണ്ട്, ഇല്ലെന്ന് വിചാരിക്കരുത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആധ്യാത്മിക ലോകത്തിലുണ്ട്. മാത്സര്യ ബുദ്ധി പോലും എന്തിലുണ്ട്? ആധ്യാത്മിക ലോകത്തിലുണ്ട്. ഗോപികമാരുടെ പല ഗ്രൂപ്പുകളുണ്ട്. ഓരോരുത്തരും കൃഷ്ണനെ എങ്ങനെ ഞങ്ങൾ ബെറ്ററായിട്ട് കൂടുതൽ നന്നായിട്ട് പ്രീതിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് തമ്മിലൊരു മത്സരം. പ്രഭുപാദ് പറഞ്ഞു ദർ ഷുഡ് ബി ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു. പലപ്പോഴും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് പോലും ഭക്തന്മാർ തമ്മിൽ പ്രഭുപാദ് തന്നെ ഒരു കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുമായിരുന്നു. ഞാൻ ഏത് ടെമ്പിളിലേക്ക് വരണം, ലോസ് ഏഞ്ചലസ് ടെമ്പിളിൽ അവര് ഡിസംബർ മാരത്തോൺ ഇത്രയും പുസ്തകങ്ങൾ വിതരണം ചെയ്തു, നിങ്ങൾ എത്ര ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രഭുപാദ് തന്നെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഒരു മത്സരം ഉണ്ടാവുന്നത് തെറ്റല്ല. എന്താണ് തെറ്റ്? അസൂയയുടെ പേരിലാവരുത്, അസൂയയുടെ പേരിലും അതുപോലെ വിദ്വേഷത്തിന്റെ പേരിലും ആവരുത്. റൈറ്റ്? സോ ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. റൈറ്റ്? അസൂയയും വിദ്വേഷവും മാത്രം നമ്മൾ നീക്കി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കൃഷ്ണന്റെ സേവനത്തിൽ യഥാവിധി ഉപയോഗിക്കാൻ സാധിക്കും. തുടരാം, വായിച്ച്. തുടരാം. ഇനി ആരാണ് വായിക്കുന്നത്? അടുത്തത് ശ്ലോകം 43 നിന്ന് വായിക്കും. ഹരേ കൃഷ്ണ. ഇത് എന്താണ് വായിക്കുന്നത്? ഭാഗവതാണോ അതോ ചൈതന്യ ചരിതാമൃതം? ചൈതന്യ ചരിതാമൃതം. ഏത് ഫസ്റ്റ് ആണ് വായിക്കുന്നത്? രണ്ടാമത്തെ പുസ്തകം മാതാജി, 14-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകം. ആരാ വായിക്കുന്നത്? ഇനി സമയം കളയാതെ പെട്ടെന്ന് പുസ്തകമുള്ള ആരെങ്കിലും അടുത്ത ആൾ, ഇതുവരെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ പ്രഭു വായിച്ചോളൂ. വായിച്ചു. പ്രഭു ഞാൻ വായിക്കണേ, ഞാൻ പേജ് പറയാന്ന് വെച്ചിട്ട് പറഞ്ഞു. പേര് പറഞ്ഞോളൂ. സ്വല്പം ഡിസ്റ്റർബൻസ് ഉണ്ട് ഇവിടെ, ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല. പേര് പറഞ്ഞു. 355. 535. ഞാൻ വിചാരിച്ച പേര് പറയാൻ പോകുന്ന ഞാൻ കേട്ടത്. വായിക്കണ ആളുടെ പേജ് പറയാന്നോ? പല്ലൊന്നുമില്ലേ? എന്റെ അടുത്ത് മലയാളം ബുക്കില്ല പ്രഭു, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. മലയാളം ബുക്കുള്ള ആരെങ്കിലും?
ആരെങ്കിലും സമയം കളയാതെ വേഗം അതെ അതെ അല്ല വായിച്ചു. പ്രഭു ഞാൻ പുറത്താണ്, അതുകൊണ്ടാണ് കേട്ടോ, അല്ലേ ഞാൻ ആ വെച്ചത്. ഇപ്പൊ ഇവിടെ വായിക്കാം. ഇപ്പൊ രജി മാതാ. ശ്ലോകം 43. ശുനീകൃതഹന പ്രഭു ഖര ഭീതരയായ ഖരേയത ഭാണ്ഡാചീല ഫേലീല ഭാംഗിയ. വിവർത്തനം ബൈ ശീല പ്രഭ. ജയ ശീല പ്രഭ. ഇത്തരത്തിൽ ഭർസിക്കപ്പെട്ട നിമായി കുപിതനായി ഒരു മുറിക്കുള്ളിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന കലങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുകയും ചെയ്തിരുന്നു. ശ്ലോകം 44. തബേശജി കോലേ കരി കരയില സന്തോഷ ലജ്ജിത ഹയില പ്രഭു ജാനി നിജ ദോഷ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശീല പ്രഭ. ജയ ശീല പ്രഭ. ശജി മാതാവ് അപ്പോൾ പുത്രനെ എടുത്ത് മടിയിലിരുത്തി സാന്ത്വനിപ്പിക്കുമായിരുന്നു. അപ്പോൾ നിമായി സ്വന്തം അപരാധം സമ്മതിച്ച് ലജ്ജിക്കുമായിരുന്നു. ഭാവാർത്ഥം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കുട്ടിക്കാലത്തെ കുസൃതികളെ കുറിച്ചുള്ള ഹൃദ്യമായ ഒരു വർണ്ണന ചൈതന്യ ഭാഗവതം ആദിഖണ്ഡത്തിലെ 3-ാം അധ്യായത്തിലുണ്ട്. ബാലനായ അവിടുന്ന് അയൽപക്കങ്ങളിലെ കൂട്ടുകാരുടെ ഗൃഹങ്ങളിൽ നിന്ന് എല്ലാവിധ ഭക്ഷണ വസ്തുക്കളും പതിവായി മോഷ്ടിക്കുമായിരുന്നെന്ന് അവിടെ പറയുന്നു. ചില വീടുകളിൽ നിന്ന് അവിടുന്ന് പാൽ കവർന്നെടുത്ത് കുടിച്ചിരുന്നു. ചില വീടുകളിൽ നിന്ന് പാചകം ചെയ്ത ആഹാര പദാർത്ഥങ്ങൾ മോഷ്ടിച്ച് ഭക്ഷിച്ചിരുന്നു. ഭക്ഷണം കിട്ടാത്ത വീടുകളിൽ ചെറിയ ശിശുക്കൾ ഉണ്ടെങ്കിൽ അവിടുന്ന് അവരെ ഉപദ്രവിച്ച് കരയിക്കുമായിരുന്നു. ചിലപ്പോൾ ചില അയൽവാസികൾ ശജി മാതാവിനോട് ഇങ്ങനെ പരാതി പറയുമായിരുന്നു: എന്റെ കുഞ്ഞ് വളരെ ചെറുപ്പമാണ്, പക്ഷേ നിങ്ങളുടെ കുട്ടി അവന്റെ കാതുകളിൽ വെള്ളമൊഴിച്ച് അവനെ കരയിക്കുന്നു. ശ്ലോകം 40. ഹരേ കൃഷ്ണ. മറ്റൊരു കാര്യം തോന്നുമായിരുന്നു. 43 നോക്കിയാല് നിമായി കുപിതനായി മുറിക്കുള്ളിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന കലങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. അപ്പോ പിന്നെ ഈ ഭാവാർത്ഥത്തിൽ പിന്നെയും പറയുന്നുണ്ട്, 44-ന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭഗവാനുണ്ടല്ലോ, ഇങ്ങനെ 4 കൈയില് ശംഖ് ചക്ര ഗദാവത്തുമായിട്ട് നിന്ന് ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഭഗവാൻ അല്ലെ. പൊതുവെ അങ്ങനെയാണ് ആൾക്കാർക്ക്, ആ ഒരു റോളിലും മതി ആൾക്കാർക്ക് ഈശ്വരനെ. എനിക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, എനിക്കെന്തെങ്കിലും ആപത്ത് വരുന്നുണ്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഇരിക്കണം, എന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കണം, ഒന്ന് പുഞ്ചിരിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ അല്ലെ. പക്ഷേ ഈ കലമെറിഞ്ഞുടയ്ക്കുന്ന ഭഗവാനെയും അതുപോലെ വീടുകളിൽ ചെന്ന് ആഹാര പദാർത്ഥങ്ങൾ മോഷ്ടിക്കുന്ന ഭഗവാനെയും എത്ര പേർക്ക് വേണം? ഞങ്ങൾക്ക് വേണം. ഹരേ കൃഷ്ണ. വേണം. സോ അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നത് എന്ന് വെച്ചാൽ മോർ പേഴ്സണൽ അസോസിയേഷൻ വിത്ത് കൃഷ്ണ. എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ കുട്ടികൾ ഉണ്ടാവാം, നമ്മുടെ സ്വന്തക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരിങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നില്ലേ അവര്, റൈറ്റ്? ഒരു വീട്ടിനകത്ത്. അപ്പൊ അതുപോലെ ഒരു പേഴ്സണൽ ക്ലോസ് അസോസിയേഷൻ ഇവിടെ ചൈതന്യ മഹാപ്രഭു ശചി മാതാവിന് കൊടുക്കുകയാണ്. സോ അതുപോലെ ഒരു പേഴ്സണൽ അസോസിയേഷൻ കിട്ടുന്നതിന്റെ ആദ്യ പടിയാണ് ഇതുപോലുള്ള ലീലകൾ വായിക്കാനുള്ള ഒരു അവസരം. അത് നമുക്ക് പ്രഭുപാദ് തന്റെ ഗ്രന്ഥങ്ങളിലൂടെ തന്നിരിക്കുകയാണ്. ശില പ്രഭുപാദിക്ക് ജയ്. റൈറ്റ്? ആദ്യം കേട്ടാലല്ലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 45. കഭൂമൃദുഹസ്തേ കൈല മാതാ കേ താടന മാതാ കേ മൂർച്ഛിത ദേഖി കരയേ ക്രന്ദന. വിവർത്തനം ബൈ ശീല പ്രഭ. ജയ ശീല പ്രഭ. ഒരിക്കൽ കുട്ടിയായ ചൈതന്യ മഹാപ്രഭു തന്റെ മൃദുല കരത്താൽ മാതാവിനെ താടിക്കുകയും മാതാവ് ബോധശൂന്യയായതുപോലെ അഭിനയിക്കുകയും ചെയ്തു. ഇത് കണ്ട നിമായി കരയാൻ തുടങ്ങി. ശ്ലോകം 46. നാരീഗണ കഹേ നാരികേല ദേഹ ആനി തബേ സുസ്ത ഹൈ ബേന തോമാര ജനനി. വിവർത്തനം ബൈ ശീല പ്രഭ. ജയ ശീല പ്രഭ. അയൽവാസികളായ സ്ത്രീകൾ അവിടുത്തോട് പറഞ്ഞു: പ്രിയപ്പെട്ട കുട്ടി, എവിടെ നിന്നെങ്കിലും ഒരു നാളികേരം കൊണ്ടുവരൂ, എന്നാൽ നിന്റെ മാതാവ് സുഖം പ്രാപിക്കും. ശ്ലോകം 47. ബാഹിരേയാന ആനിലേന ദുയി നാരികേല
देखिय अपूर्व हैल विस्मित सकല. വിവർത്തനം ബൈ ശീലപ്രഭ. ജയ ശീലപ്രഭ. അവിടുന്ന് അപ്പോൾ പുറത്തുപോയി 2 നാളികേരം കൊണ്ടുവന്നു. അത്തരം അത്ഭുത പ്രവൃത്തികൾ കണ്ട എല്ലാ സ്ത്രീകളും അമ്പരന്നു. ശ്ലോകം 48. കഭൂശിശു സാംഗേ സ്നാന കരീല ഗംഗാത്തെ കന്യാഗണ ആയില താഹാൻ ദേവത പൂജിതേ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശീലപ്രഭ. ജയ ശീലപ്രഭ. ചിലപ്പോൾ മഹാപ്രഭു കുട്ടികളുമൊത്ത് ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോകുമായിരുന്നു. അയൽവാസികളായ പെൺകുട്ടികളും വിവിധ ദേവന്മാരെ ആരാധിക്കുന്നതിനായി അവിടെ വരുമായിരുന്നു. ഭാവാർത്ഥം: വൈദിക സമ്പ്രദായം അനുസരിച്ച് 10-12 വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾ ഗംഗാ തീരത്ത് സ്നാനം ചെയ്യാൻ പോകുമ്പോൾ ഭാവിയിൽ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിന് മഹാദേവന് പ്രത്യേക പ്രാർത്ഥനകളോടെ പൂജകൾ നടത്തുമായിരുന്നു. അവർ പരമശിവനെ പോലുള്ള ഭർത്താവിനെ ലഭിക്കാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ പരമശിവൻ വളരെ ശാന്തനും അതേസമയം അതിശക്തനുമാണ്. അതിനാൽ പണ്ട് ഹിന്ദു കുടുംബങ്ങളിലെ ചെറിയ പെൺകുട്ടികൾ വൈശാഖ മാസത്തിൽ ഏപ്രിൽ മെയ് ശിവനെ ആരാധിക്കുമായിരുന്നു. ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും സന്തോഷം ഉളവാക്കുന്നതാണ്. ശ്ലോകം 49. ഗംഗാ സ്നാന കരി പൂജ കരി തേല ഗീല കന്യാഗണ മധ്യേ പ്രഭു ആസിയ ബസീല. വിവർത്തനം ബൈ ശീലപ്രഭ. ജയ ശീലപ്രഭ. പെൺകുട്ടികൾ ഗംഗയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞ് ദേവാരാധനകൾ തുടങ്ങുമ്പോൾ നിമായി അവിടേക്ക് വന്ന് അവർക്കിടയിൽ ഇരിക്കും. ശ്ലോകം 50. കന്യാരേ കഹേ ആമാ പൂജ ആമി ദീപവര ഗംഗാ ദുർഗാദാസി മോര മഹേശ കിങ്കര. വിവർത്തനം ഭാവാർത്ഥം ബൈ ശീലപ്രഭ. ജയ ശീലപ്രഭ. പെൺകുട്ടികളോട് നിമായി പറയും, എന്നെ പൂജിക്കുക, നിങ്ങൾക്ക് നല്ല വരങ്ങളെയോ ഞാൻ നൽകാം. ഗംഗയും ദുർഗയും എന്റെ ദാസിമാരാണ്. മഹേശൻ പോലും എന്റെ കിങ്കരനായിരിക്കെ മറ്റു ദേവന്മാരെ കുറിച്ച് എന്തു പറയാൻ? ഭാവാർത്ഥം: ഹിന്ദുമതത്തിൽ ധാരാളം ദൈവങ്ങൾ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പോലുള്ള മറ്റു മതവിശ്വാസികൾക്കിടയിൽ ഹിന്ദുമതത്തെ കുറിച്ച് അങ്ങനെയൊരു തെറ്റായ ധാരണയുണ്ട്. വാസ്തവത്തിൽ അതൊരു സത്യമല്ല. ദൈവം ഒന്നേയുള്ളൂ. പക്ഷേ ഭരണത്തിന്റെ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മറ്റനേകം ശക്തരായ ജീവസത്തകളുണ്ട്. അവർ ദേവന്മാരെന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ ദേവന്മാരും പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞകൾ നിറവേറ്റുന്ന കിങ്കരന്മാരാണ്. ചൈതന്യ മഹാപ്രഭു കുട്ടിക്കാലത്ത് തന്നെ ഈ സത്യം വെളിപ്പെടുത്തി. അജ്ഞത മൂലം ജനങ്ങൾ ചിലപ്പോൾ പ്രത്യേക വരങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ഭഗവത് ഭക്തി നിർവഹിക്കുന്ന ഒരു ഭക്തൻ അനുഗ്രഹത്തിനായി ദേവന്മാരെ സമീപിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ ഭഗവത് കാരുണ്യത്താൽ എല്ലാം നേടുന്നു. അതിനായി അത്തരം ആരാധനയെ ഭഗവത്ഗീത 7:20-28 അപലപിക്കുന്നു. കാമാസക്തൈസ്തേ ഹൃതജ്ഞാന പ്രപദ്യന്തേന്യ ദേവതാഃ തത്തം നിയമം ആസ്തായ പ്രകൃത്യാ നിയതാ സ്വയം. ഭൗതിക അഭിലാഷങ്ങളാൽ അപഹൃതമായ ജ്ഞാനത്തോടു കൂടിയുള്ളവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമ നിബന്ധനകൾക്കനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. യേഷാം അന്തഗതം പാപം ജനാനാം പുണ്യകർമാണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത. പൂർവജന്മത്തിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് മോഹങ്ങളിൽ നിന്ന് വിമുക്തരായി ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അല്പബുദ്ധികൾ മാത്രമേ അവരുടെ വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കുകയുള്ളൂ. വിവേകശാലികൾ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ദേവാരാധനയെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ചിലപ്പോൾ അധിക്ഷേപിക്കപ്പെടാറുണ്ട്. പക്ഷേ ശ്രീ ചൈതന്യനാലും ശ്രീകൃഷ്ണ ഭഗവാനാലും അപലപിക്കപ്പെട്ട ഈ ദേവാരാധന ഞങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും?
ജനങ്ങളെ വിഡ്ഢികളും ജ്ഞാനാപഹൃതരും ആകാൻ ഞങ്ങൾക്കെങ്ങനെ അനുവദിക്കാൻ കഴിയും? ബുദ്ധിയുള്ള ജനങ്ങളെ ദ്രവ്യവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെയും സമ്പൂർണ്ണ ആധ്യാത്മിക വ്യക്തിത്വമായ ഭഗവാനെയും മനസ്സിലാക്കാൻ കഴിവുള്ളവരാക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഈ ഭൗതിക ലോകത്തിൽ വാഴുന്ന ഭൗതിക ശരീരമുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നൂറുകണക്കിനുള്ള ദേവന്മാരെ ആരാധിക്കാൻ അനുവദിക്കുകയില്ലെന്ന ഞങ്ങളുടെ നിലപാട് ശ്രീ ചൈതന്യ മഹാപ്രഭു കുട്ടിക്കാലത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ശ്രീല നരോത്തമദാസ് ഠാക്കൂർ ഇപ്രകാരം പാടുന്നു: അന്യദേവാശ്രയനായി തൊമാരെ കഹിനുവായ് ഏയ് ഭക്തി പരമകാരണ. സുദൃഢനും പരിശുദ്ധനും അചഞ്ചലനുമായ ഒരു ഭഗവത് ഭക്തനായി തീരാൻ ഒരുവൻ തന്റെ ശ്രദ്ധ ദേവോപാസനയിലേക്ക് തിരിച്ചുവിടാതിരിക്കണം. അത്തരം സംയമനം പരിശുദ്ധമായ ഭക്തിയുത സേവനത്തിന്റെ ഒരു ലക്ഷണമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചർച്ചാ വിഷയങ്ങളുണ്ടോ? ഇവിടെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു മറ്റുള്ള ഇപ്പൊ മഹാദേവന്റെ ആരാധന നടക്കുന്നതിനെ ശരിക്കും അവർക്ക് ഒരു അല്ലെ അവരെ കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ പൂജിക്കുക, നിങ്ങൾക്ക് വല്ല നല്ല വരനെയോ വരങ്ങളെയോ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നൽകാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ അല്ലെ, പരമാവധി അങ്ങനെയാണല്ലോ ഇപ്പോഴും പോലും ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഹരേ കൃഷ്ണ. അത് ശ്രീകൃഷ്ണ ഭഗവാനും ഗോവർദ്ധന ഉദ്ധാരണ സമയത്ത് ഇതേപോലെ ഒരു കാര്യം ഉന്നയിച്ചിരുന്നില്ലേ? അതെ. അപ്പൊ ചോദ്യമാണോ അതോ ഹരേ കൃഷ്ണ. ഞാൻ അത് പറയുകയായിരുന്നു. അതെ, ഇന്ദ്രനെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധനത്തിനെ പൂജിപ്പിക്കാൻ പറയുന്നത് അതല്ലേ മാതാജി ഉദ്ദേശിച്ചത്? അത് മനസ്സിലായി. അല്ല, രാജേഷ് പ്രഭുവിന്റെ ചോദ്യമായിരുന്നോ കമന്റ് ആയിരുന്നോ? എന്റെ ഇല്ല, ചോദ്യമല്ല, ഞാനിങ്ങനെ ഉദ്ദേശിച്ച അപ്പൊ ഇത് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു അന്ന് കുട്ടിയായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്ര പേര് ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരു ഇത് ഞാൻ പറയുകയായിരുന്നു. കാരണം ഇന്നും ഇത് തുടരുന്നത് കൊണ്ടുള്ള ഇത് പറയാം. കാരണം ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ അത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. പക്ഷെ അതിൽ മനസ്സിലാകുന്നവര് മാത്രമേ അത്. പക്ഷെ ലീല അതായാലും അതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഭഗവാൻ ആ ശ്രമം ഭഗവാൻ അത് നേർവഴിക്ക് നടത്താനുള്ള ശ്രമം തുടരുന്നു കലിയുഗത്തിൽ എന്നുള്ളത് മനസ്സിലാകുന്നു. ഒരു കാര്യം, സംശയവും ചോദ്യമൊക്കെയാണ്. അതായത് എല്ലാവർക്കും ഒരേ ഒരു റെസപ്റ്റീവ്നെസ് കാണണമെന്നില്ലല്ലോ പ്രഭു. മാത്രമല്ല കർമ്മ ഇതനുസരിച്ച് നമ്മൾക്ക് അതിന്റെ ഡെവലപ്മെന്റും ആത്മീയ പുരോഗതിയിലുള്ള ആ ഒരു ലെവലും വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റാതെ ഓരോ സ്റ്റെപ്പിലും അവർ ആർജിച്ചിരിക്കുന്ന അനുസരിച്ചുള്ള ആരാധന ചെയ്യേണ്ടതായ സന്ദർഭങ്ങളും ഉണ്ടാവാറില്ലേ? ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമ്മള് അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരാള് ഒരു വിശ്വാസത്തിൽ നിൽക്കുകയാണ്, ഒരു ദേവതയെ ആരാധിക്കുന്നു. അത് കാരണം എന്താ പറയുക, ഒരു തമോ ഗുണത്തിൽ ഇരിക്കേണ്ട ആള് ചിലപ്പോൾ രജോ ഗുണത്തിൽ ഇരിക്കുമായിരിക്കും ആ ദേവതയെ ആരാധിക്കുന്നത് കൊണ്ട്. റൈറ്റ്? അപ്പൊ നമ്മൾ ആ മൊത്തം കാര്യം മനസ്സിലാക്കിയിട്ട് ക്രമേണ ആ വ്യക്തിയെ കൃഷ്ണഭക്തിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നു. അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചിലപ്പോൾ ഒരു ഭക്തൻ പറയുമ്പോൾ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ളതും കൂടെ ഇല്ലാതാക്കുന്നു, കൃഷ്ണഭക്തിയും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും വരരുത്. റൈറ്റ്? അപ്പൊ നമ്മളത് വളരെ അനുഭാവപൂർണമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഭഗവാൻ പറയുന്നത് ശരിയാണ്. തീർച്ചയായിട്ടും ഭഗവത്ഗീതയിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്?
കൃഷ്ണനെ മാംസയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ എന്ന് പറയുന്നുണ്ട്. വേറെ ആരിലും ശ്രദ്ധ പോകാതെ കൃഷ്ണനിലേക്ക് തന്നെ ശ്രദ്ധ 100% പോകണം. പക്ഷെ ആ നിലവാരത്തിലേക്ക് ആൾക്കാർ വരണം, റൈറ്റ്? ഒരു ആത്മാവിന്റെ ഒരു എവല്യൂഷൻ ആണത്. സോ അത് സഹായകമായ രീതിയിൽ ആ വ്യക്തിക്ക് എന്താ പറയുക, പടിപടി നമ്മൾ ഇട്ട് കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് മാത്രം ആ നെഗറ്റീവ് മാത്രം കൊടുത്തിട്ട് പോസിറ്റീവ് കൊടുത്തില്ലെങ്കിൽ ഒരു ത്രിശങ്കുലാവില്ലേ ആ വ്യക്തി, റൈറ്റ്? സോ സത്യം പറയണം, അതേസമയം അത് അവർക്ക് പാലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത്, റൈറ്റ്? ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഊരും പേരും പറയുന്നില്ല. ഞങ്ങൾ ഇസ്കോണിൽ ഫസ്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ ഈവൻ ഈ 33 കോടി ദേവതമാരിലുള്ള ആൾക്കാരല്ല, വേറെ ഒരു മനുഷ്യ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അതിന്റെ വലിയ ആരാധകനായിരുന്നു എൻ്റെ അച്ഛൻ, റൈറ്റ്? ആ ഒരു സ്വാമിയുടെ. അപ്പോ എൻ്റെ അങ്കിള് വരുമായിരുന്നു, അമ്മയുടെ അനിയൻ. അപ്പൊ അങ്കിള് കുറച്ചു കാലമായിട്ട് ഇസ്കോണിൽ ഇരുന്നിട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് 1989 ദീക്ഷ എടുത്തു അദ്ദേഹം. സോ ഞങ്ങള് ഈ പറയുന്ന സംഭവം ഒരു 1995, 94, 95, 96 ആ കാലഘട്ടത്തിലാണ്. സോ ഈ റെക്കോർഡിംഗ് എൻ്റെ അമ്മാവൻ കേൾക്കില്ല എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാണ് പറയുന്നത്. സോ എന്താന്ന് വെച്ചാല് അങ്കിള് പറയുന്നൊക്കെ ശരിയായിരുന്നു, കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പ്രഭുപാദിന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആർഗ്യുമെന്റ് ആയി. കാര്യം നിങ്ങൾ ചെയ്യുന്നൊക്കെ തെറ്റ് 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 എന്ന് പറയും. ഇത് ആ സ്വാമി എടുത്ത് പുറത്ത് കളയൂ, ആ ഫോട്ടോ ഒക്കെ എടുത്ത് തോട്ടിലേക്ക് എറിയൂ, എന്നാലും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് കുറിച്ച് ഭയങ്കരമായിട്ട് ബഹളം കൊണ്ടു. അമ്മാവന് കുറച്ച് ദേഷ്യമുള്ള ഒരു സ്വഭാവമാണ്. സോ അത് കാരണം എന്താന്ന് വെച്ചാൽ പറയുന്ന കാര്യം ശരിയാണ്, പരമസത്യമാണ്, പ്രഭുപാദിന്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളിത് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു പറയാതെ ഒരു മനസ്സിനകത്ത് കിടക്കുമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് കുറെ കാലം കഴിഞ്ഞ് ജഗസാക്ഷി പ്രഭു വീട്ടിലേക്ക് വരികയും ഇതേ കാര്യം തന്നെയാണ് ജഗസാക്ഷി പ്രഭു പറഞ്ഞത്. പക്ഷെ നമ്മളപ്പോൾ സ്വീകരിച്ചു. പിന്നെ നമ്മൾ അങ്കിളിനെയും സ്വീകരിച്ചു, എല്ലാം ആയി തിരിച്ച് മനസ്സിലായില്ല, നല്ല രീതിയിൽ വരാനും സാധിച്ചു. സോ അതാണ് പറഞ്ഞതിൻ്റെ ഒരു നേരനുഭവം പങ്കുവെച്ചതാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായിട്ട് പ്രഭുജി അത് മുഴുവൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഇടയ്ക്ക് വിഴുങ്ങി. അമ്മാവൻ കേൾക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അത് മുഴുവനായില്ല, ഇടയ്ക്ക് എവിടെയോ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ആയി എന്ന് തോന്നിയില്ല. ഹരേ കൃഷ്ണ. അതിന്റെ ഒരു ഇമ്പാക്റ്റും കൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നതായിട്ട് തോന്നി. ഇല്ല, അതായത് ദേവതമാരെയോ അല്ലെങ്കിൽ മറ്റ് ഓരോരുത്തരെ നമ്മൾ ആരാധിക്കുമല്ലോ, ഓരോ വ്യക്തികൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്ന് ക്രമേണ കൃഷ്ണഭക്തിയിലേക്ക് വരാനുള്ളൊരു മാർഗം ഇട്ട് കൊടുക്കണം പ്രീച്ച് ചെയ്യുന്ന ആള് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്ന് മാത്രം പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ഒരു ഒരു എല്ലാറ്റിനും ഇടയ്ക്കാവും, റൈറ്റ്? ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയിൽ ഭഗവാൻ എനിക്ക് കൃത്യ ഓർമ്മയിൽ, ഇത് സാഖ്യയോഗത്തിലാണോ അറിയില്ല, യോ യായാം തനും ഭക്തഃ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തില് അതല്ലേ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ആരാധിച്ചാലും എന്നിൽ തന്നെ വന്നെത്തും, അങ്ങനെ ഒരു ശ്ലോകമില്ലേ പ്രഭു? അതെ, പക്ഷെ അതിന്റെ പിന്നെയും ബാക്കിയുണ്ടല്ലോ. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്ത യാന്തി മാമപി. ആ ശ്ലോകത്തിന്റെ കൺക്ലൂഷൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഫലം അന്തവത്താണ്. ഈ അനുഗ്രഹം നൽകുന്ന ദേവന്മാരും താൽക്കാലികമാണ്. അപ്പൊ അവർ നൽകുന്ന അനുഗ്രഹം എങ്ങനെയാണ് പെർമനന്റ് ആയിരിക്കുക? ഇല്ലേ? അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ലോകത്ത് പോവും, എന്റെ ഭക്തന്മാർ എന്റെ അടുത്തേക്ക് വരും എന്ന് ഭഗവാൻ. അങ്ങനെയാണ് ചർച്ച, ആ ഒരു സീക്വൻസ് ഓഫ് ശ്ലോകാസ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ആ സിദ്ധാന്തത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത്, റൈറ്റ്? കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ, കൃഷ്ണനെ മാത്രം ഭജിക്കണം എന്നുള്ളത് സത്യമാണ്. അതിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിവോട്ടീസ് ആണ്, അല്ല ഒരിക്കലും. അത് നമ്മൾ അറിഞ്ഞു, നമ്മൾ ഭാഗ്യവാന്മാർ. പക്ഷേ
പക്ഷെ അതാണ് പറയുന്നത്, അതിന് കൊടുക്കുന്നതിന്റെ ഒരു രീതി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. റൈറ്റ്. ബാക്കിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മുന്നോട്ട് 2 ശ്ലോകം കൂടെ വായിക്കണോ? ഇങ്ങനെയാണ്. വേറൊരു കാര്യം പറയുന്നുണ്ട്. ജസ്റ്റ് ഈ മറ്റൊരു ശ്ലോകം കൂടെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഒരു വലിയ ജലാശയം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിന് മുമ്പിൽ വലിയൊരു ശുദ്ധജല തടാകം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വലിയൊരു അമ്പലത്തിലെ കുളം, നല്ല ശുദ്ധജലം കിട്ടാനുള്ള ഒരു കുളം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കിണർ കുഴിക്കണോ? ഹരേ ആവശ്യം. കൃഷ്ണ. കുളമ്പിന്റെ വെള്ളത്തിന്റെ ഒരു ഉദാഹരണവും എവിടെയോ ഉണ്ട്. കുളം കുളമ്പിൻ യാവാനർത്ഥ നദിയിലെ വെള്ളത്തിൽ യാവാനർത്ഥ പിന്നെ കടൽ യാവാനർത്ഥ യവാനാർത്ഥ ഉദപാനേ സമൃദ്ധ സമൃദ്ധോദകേ, അതല്ലേ? അത് യെസ്. തന്നെ. അതുപോലെ നമുക്ക് ലൈക്ക് നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്, നമ്മൾ വേറൊന്നും തേടേണ്ട കാര്യമില്ല. റൈറ്റ്. അതും സത്യമാണ്. സോ ബേസിക്കലി പറയുന്ന ഇതാണ്, നമ്മൾ ദേവന്മാരെ റെസ്പെക്ട് ചെയ്യണം, വർഷിപ്പ് ചെയ്യുന്നത് കൃഷ്ണനെ ആയിരിക്കണം. വ്യത്യാസമുണ്ടോ? ആദരവും ആരാധനയും. ഹരേ കൃഷ്ണ. ആദരിക്കണം, പക്ഷെ ആരാധിക്കുന്നത് ആരെ ആയിരിക്കണം? കൃഷ്ണനെ ആയിരിക്കണം. റൈറ്റ്. ഭഗവാനെ. എല്ലാവരെയും ആരാധിക്കുക ഒരു ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ വാസ്തവത്തിൽ പറയുന്നത് നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല. ശരിയല്ലേ? അതാണ് ഇപ്പൊ എല്ലാരെയും ആരാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തില് ഒരു അത്രയും സമയം ഭഗവാനെ വിളിക്കാനല്ലേ. സമയത്തിന്റെ കാര്യമല്ല, നമ്മുടെ ഹൃദയം നമ്മൾ എവിടെയാണ് സ്ഥാപിക്കുന്നത്. റൈറ്റ്. നമ്മള് അവിടെയും കൊടുത്തു ഇവിടെയും കൊടുത്തു വാസ്തവത്തിൽ നമ്മൾ എവിടെയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിയല്ലേ? ഓക്കെ. സോ അടുത്തത് 51. പുസ്തകമുള്ള ആരെങ്കിലും വായിക്കട്ടോ പ്രഭു? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ശ്ലോകം നമ്പർ 51 അല്ലേ പ്രഭു? ഹരേ കൃഷ്ണ. അതെ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാദി കി ജയ്, ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. ശ്ലോകം 51. അപനി ചന്ദന പരി പരേന ഫുലമാല നൈവേദ്യ കാടിയഖാന സന്ദേശ ചാലകല. വിവർത്തനം. അനുഭാവാർത്ഥം വൈസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദി കി ജയ്. വിവർത്തനം. പെൺകുട്ടികളുടെ അനുവാദമില്ലാതെ തന്നെ മഹാപ്രഭു അവരുടെ ചന്ദനക്കുഴമ്പ് സ്വന്തം ശരീരത്തിൽ പുരട്ടുകയും പുഷ്പഹാരങ്ങൾ കണ്ടത്തിൽ അണിയുകയും മധുര പലഹാരങ്ങളും അരിയും വാഴപ്പഴങ്ങളും അടങ്ങുന്ന നൈവേദ്യങ്ങളെല്ലാം തട്ടിപ്പറിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. ഉപാസനാ സമ്പ്രദായം അനുസരിച്ച് ഗൃഹത്തിന് പുറത്തു വെച്ച് വിഗ്രഹാരാധന ചെയ്യുമ്പോൾ പാചകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നിവേദിക്കാറില്ല. പകരം പച്ചരിയും നേന്ത്രപ്പഴങ്ങളും മധുരദ്രവ്യങ്ങളും മറ്റുമാണ് അർപ്പിക്കുക. ദേവാരാധന ചെയ്യേണ്ടതില്ലെന്നും തന്നെയാണ് ആരാധിക്കേണ്ടതെന്നും ആ പെൺകുട്ടികളെ ഉദ്ബോധിപ്പിക്കുന്നതിനായി മഹാപ്രഭു അവരിൽ നിന്ന് ഭക്ഷണം തട്ടിപ്പറിച്ചുകൊണ്ട് തന്റെ അഹൈതുക കാരുണ്യം അവരിൽ ചൊരിഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്ന ഈ രീതി ശ്രീമദ് ഭാഗവതത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈ യജന്തിഹി സുമേധസഃ. നിത്യാനന്ദ പ്രഭു, ശ്രീ അദ്വൈത പ്രഭു, ശ്രീ ഗദാധര പ്രഭു, ശ്രീവാസ ഠാക്കൂർ എന്നീ പാർഷദരോടൊപ്പം പഞ്ചതത്വമായി ഈ കലിയുഗത്തിൽ അവതരിക്കുന്ന പരമപുരുഷനായ ഭഗവാനെ ആരാധിക്കണം. ഈ യുഗത്തിൽ സുബുദ്ധിയുള്ളവർ ഹരേ കൃഷ്ണ മഹാമന്ത്ര സങ്കീർത്തനത്താൽ പഞ്ചതത്വത്തെ ആരാധിക്കുകയും കഴിയുമെങ്കിൽ പ്രസാദ വിതരണം നടത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനം ഈ യഥാർത്ഥമായ ആരാധന പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ മന്ത്ര കീർത്തനത്തിലൂടെയും പ്രസാദ സമർപ്പണത്തിലൂടെയും സാധാരണ ജനങ്ങൾക്ക് പ്രസാദം വിതരണം ചെയ്യുന്നതിലൂടെയും ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ അംഗങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ വിഗ്രഹങ്ങളുമായി ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. ശ്ലോകം 52. ശ്രീല പ്രഭുവാദി കി ജയ്. ക്രോധേ കന്യാഗണാഃ ഗഹേ
ശുനഹേ നിമായി ഗ്രാമസംബന്ധേ ഹവോ തുമി ആമാ സബാര ഭായി. വിവർത്തനം ബൈഎസ്സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. നിമായിയുടെ ഈ പ്രവൃത്തി മൂലം കന്യാഗണം അവനോട് അങ്ങേറ്റം കുപിതരായി. പ്രിയപ്പെട്ട നിമായി, അവർ പറഞ്ഞു, ഗ്രാമബന്ധം കണക്കിലെടുക്കുമ്പോൾ നീ ഞങ്ങൾക്ക് സഹോദര തുല്യനാണ്. ശ്ലോകം 53. ആമാസഭാകാര പക്ഷേയിഹ കരീതേനായുയായ നാലഹ ദേവതാ സജ്ജ നാകര അന്യായ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അതുകൊണ്ട് നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നന്നല്ല. ദേവന്മാരെ ഉപാസിക്കുന്നതിനുള്ള സാമഗ്രികൾ എടുക്കരുതേ. ഈ വിധത്തിൽ ഞങ്ങളെ ശല്യപ്പെടുത്തരുതേ. വായിക്കാനോ പ്രഭു? തുടർന്നു പോണോ? വായിച്ചോളൂ. ശ്ലോകം 54 ശ്രീല പ്രഭുപാദിക്ക് ജയ്. പ്രഭു കഹേ തോമാ സഭാ ഖേദിലയേ വരാ തോമാ സഭാര ഭർത്ത ഹബേ പരമസുന്ദര. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. മഹാപ്രഭു മറുപടി പറഞ്ഞു, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ അതിസുന്ദരന്മാരായിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകാം. ശ്ലോകം 55. പണ്ഡിത വിദഗ്ധ യുവാ ധനധാന്യവാൻ സാധസ്വാദപുത്ര ഹവേ ചിരായ മതിമാൻ. വിവർത്തനമായി ശ്രീല പ്രഭുപാദിക്ക് ജയ്. അവർ പണ്ഡിതരും വിദഗ്ധരും യൗവനയുക്തരും ധനികരുമായിരിക്കും. മാത്രമല്ല, അവരിൽ നിങ്ങൾക്ക് ദീർഘായുക്കളും സമർത്ഥരുമായ 7 പുത്രന്മാരുണ്ടാകും. ദീർഘായുക്കളും പ്രഭു എഴുതിയിരിക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പണ്ഡിതനും ബുദ്ധിമാനും ധനികനും യുവാവുമായ ഒരു ഭർത്താവിനെ ലഭിക്കണമെന്നതാണ് പൊതുവെ ഒരു പെൺകുട്ടിയുടെ അഭിലാഷം. വൈദിക സമ്പ്രദായം അനുസരിച്ച് ധാരാളം ധാന്യശേഖരവും വളരെയധികം മൃഗങ്ങളും ഉള്ള ഒരുവനാണ് ധനികൻ. ധാന്യേന ധനവാൻ ഗവയാ ധനവാൻ. ഒരുവൻ ഭക്ഷ്യധാന്യങ്ങളുടെയും പശുക്കളുടെയും കാളകളുടെയും ഉടമയാണെങ്കിൽ അവൻ ധനികനാണ്. അനേകം സന്താനങ്ങൾ, പ്രത്യേകിച്ചും ബുദ്ധിയും ദീർഘായുസ്സുമുള്ള പുത്രന്മാർ വേണമെന്നും ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സമൂഹം ദുഷിച്ചതിനാൽ ജനങ്ങൾ 1 or 2 സന്താനങ്ങൾ മതിയെന്ന് ചിന്തിക്കുകയും ബാക്കിയുള്ളവരെ ഗർഭനിരോധന മാർഗങ്ങളിലൂടെ കൊന്നുകളയുകയും ചെയ്യുന്നു. 1-ലധികം സന്താനങ്ങൾ വേണമെന്ന് മാത്രമല്ല, കുറഞ്ഞത് 6 or 7 കുട്ടികളെങ്കിലും വേണമെന്നാണ് ഒരു പെൺകുട്ടിയുടെ സ്വാഭാവികമായ ആഗ്രഹം. ആ പെൺകുട്ടികളുടെ ആരാധനാ സാമഗ്രികൾ തട്ടിപ്പറിച്ചെടുത്തതിന് പകരമായി അഭിലാഷങ്ങൾ സഫലമാകാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചു. ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതിലൂടെ ഒരാൾക്ക് സന്തോഷം, ഉത്തമനായ പതി, ധനം, ധാന്യം, സത്സന്താനങ്ങൾ തുടങ്ങിയ ഭൗതിക നേട്ടങ്ങൾ നിഷ്പ്രയാസം ആർജിക്കാൻ കഴിയും. ശ്രീ ചൈതന്യ മഹാപ്രഭു ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ചെങ്കിലും ഭക്തന്മാരും അങ്ങനെ സന്യാസം സ്വീകരിച്ച് അവിടുത്തെ പിന്തുടരണമെന്നില്ല. ഒരു ഗൃഹസ്ഥനായി ജീവിക്കാം, പക്ഷേ നിർബന്ധമായും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തനായിരിക്കണം. അപ്പോൾ ഒരുവൻ സത്സന്താനങ്ങൾ, നല്ല ജീവിത പങ്കാളി, സമ്പത്ത് തുടങ്ങി അവൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളോടും കൂടി സന്തോഷവാനായി തീരും. അതിനാൽ ശാസ്ത്രം ഉപദേശിക്കുന്നു, യജ്ഞൈ സങ്കീർത്തനപ്രായൈ യജന്തിഹി സുമേധസഃ. ഭാഗവതം 11:32. അതുകൊണ്ട് ബുദ്ധിമാനായ ഓരോ ഗൃഹസ്ഥനും വീട് വീടാന്തരം സങ്കീർത്തന പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ച് ഈ ജന്മത്തിൽ ശാന്തിയും സമാധാനത്തോടും കൂടി വസിക്കുകയും മരണശേഷം ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യണം. ശ്ലോകം 56 ശ്രീല പ്രഭുപാദിക്ക് ജയ്. വരശുനി കന്യാഗണേര അന്തരേ സന്തോഷ ബാഹിരേ ഭസ്നകരേ കരിമിത്യാരോഷ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ശ്രവിച്ച കന്യാഗണം ഉള്ളിൽ സന്തോഷിച്ചു. പക്ഷേ നാരീ സഹജ പ്രകൃതത്താൽ ബാഹ്യമായി കോപം നടിച്ചവർ നിമായിയെ ശകാരിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഈ ഇരട്ടത്താപ്പ് നയം, ഇത്തരം കബളിപ്പിക്കൽ പെൺകുട്ടികൾക്ക് സ്വാഭാവികമാണ്. ഉള്ളിൽ സന്തോഷിക്കുമ്പോഴും അവർ പുറമെ അസംതൃപ്തി പ്രകടിപ്പിക്കും. അത്തരം സ്ത്രൈണമായ പെരുമാറ്റങ്ങൾ അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആൺകുട്ടികൾക്ക് വളരെ രുചികരമാണ്. ശ്ലോകം 57. കോനകന്യാപലായില നൈവേദ്യാലയ മാരേ താരേതാക്കി കഹേ പ്രഭു സക്രോധഹയ്യ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പെൺകുട്ടികളിൽ ചിലർ ഓടിയകലാൻ ശ്രമിച്ചപ്പോൾ നിമായി ക്രോധത്തോടെ അവരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 58.
ശ്രീല പ്രഭുവാദിക്ക് ജയ്. യദി നൈവേദ്യന ദേഹേ ഹയ്യാ കൃപണി ബുഢാഭർത്താഹബേ ആരചാരി ചരി സദിനി. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. കൃപണരായ നിങ്ങൾ എനിക്ക് നൈവേദ്യം നൽകാതിരുന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും കുറഞ്ഞത് 4 സഹപത്നിമാരെങ്കിലും ഉള്ള വൃദ്ധനായ ഒരു ഭർത്താവിനെ ലഭിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുവാദിക്ക് ജയ്. അക്കാലത്തെ 50 വർഷം മുമ്പ് വരെ പോലും ഭാരതത്തിൽ ബഹുഭാര്യത്വം സ്വതന്ത്രമായി അനുവദിക്കപ്പെട്ടിരുന്നു. ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണരും വൈശ്യരും പ്രത്യേകിച്ച് ക്ഷത്രിയരും ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാമായിരുന്നു. മഹാഭാരതത്തിലും ഭാരതത്തിന്റെ പഴയ ചരിത്രങ്ങളിലും ക്ഷത്രിയ രാജാക്കന്മാർ അനേകം സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നതായി നമുക്ക് കാണാം. വൈദിക സംസ്കാരം അനുസരിച്ച് ഇതിനെതിരെ വിലക്കുകളില്ലായിരുന്നു. അതുപോലെ ഒരു പുരുഷനെ 50 വയസ്സ് കഴിഞ്ഞാൽ പോലും വിവാഹം കഴിക്കാമായിരുന്നു. പക്ഷേ അനേകം ഭാര്യമാരുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്താൽ ഭർത്താവിന്റെ സ്നേഹം അനേകം ഭാര്യമാർക്കായി പങ്കുവയ്ക്കപ്പെടും എന്നതിനാൽ അത് സന്തോഷകരമായ കാര്യമായിരുന്നില്ല. തനിക്ക് നൈവേദ്യം സമർപ്പിക്കാൻ തയ്യാറാകാതിരുന്ന പെൺകുട്ടികളെ കുറഞ്ഞത് 4 ഭാര്യമാരെങ്കിലുമുള്ള പുരുഷന്മാർ വിവാഹം ചെയ്യുമെന്ന് ശപിക്കാൻ മഹാപ്രഭു ആഗ്രഹിക്കുന്നുവെന്നേ ഇവിടെ ബാഹ്യമായി തോന്നിക്കുന്നു. ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാകാമെന്ന സാമൂഹ്യ ഘടനയെ ഈ വിധത്തിൽ വേണമെങ്കിൽ പിന്തുണയ്ക്കാം. പൊതുവെ എല്ലാ സമൂഹത്തിലും സ്ത്രീകളുടെ സംഖ്യ പുരുഷന്മാരുടെ ജനസംഖ്യയേക്കാൾ വളരെ അധികമാണ്. എല്ലാ പെൺകുട്ടികളും വിവാഹിതരാകണമെന്നത് സാമൂഹിക തത്വമാകുന്ന പക്ഷം ബഹുഭാര്യാത്വം അനുവദിക്കാതെ സാധ്യമല്ല. എല്ലാ പെൺകുട്ടികളും വിവാഹിതരാകാത്ത പക്ഷം വ്യഭിചാരത്തിന് വളരെയേറെ സാധ്യതയുണ്ട്. വ്യഭിചാരം അനുവദിക്കപ്പെടുന്ന ഒരു സമൂഹം ശാന്തവും പരിശുദ്ധവുമായിരിക്കില്ല. കൃഷ്ണാവബോധ സമിതിയിൽ ഞങ്ങൾ അവിഹിത ലൈംഗിക ജീവിതം വിലക്കിയിട്ടുണ്ട്. ഓരോ പെൺകുട്ടിക്കും ഒരു ഭർത്താവിനെ കണ്ടെത്തുക എന്നതാണ് പ്രായോഗികമായ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഭർത്താവിന് ഒന്നിലേറെ ഭാര്യമാരെ സംരക്ഷിക്കാൻ കഴിവുള്ള പക്ഷം ഞങ്ങൾ ബഹുഭാര്യാത്വത്തെ അനുകൂലിക്കുന്നു. ഹരേകൃഷ്ണ തുറന്ന് വായിക്കട്ടോ. വായിച്ചോളൂ. ശ്ലോകം 59 ശ്രീല പ്രഭുവാദിക്ക്. ഇഹ സുനീത സബാര മനെ ഹൈല ഭയ കോന കിച്ചു ജാനെ കിബ ദേവാവിഷ്ടഹയ. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. നിമായിയുടെ ഈ ശാപവാക്കുകൾ കേട്ട പെൺകുട്ടികൾ അവൻ അസാധാരണമായ അറിവുകൾ ഉള്ളവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവന്മാരാൽ നിയോഗിക്കപ്പെട്ടവനോ ആയിരിക്കണമെന്ന് കരുതുകയും ശാപം ഫലിച്ചേക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്തു. ശ്ലോകം 60. ആനീയ നൈവേദ്യതാര സമ്മുഖേ തരീല ഖായിയ നൈവേദ്യതാരേ ഇഷ്ടവരദില. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. പെൺകുട്ടികൾ അപ്പോൾ നൈവേദ്യം നിമായിയുടെ മുന്നിൽ കൊണ്ടുവരികയും നിമായി അവ ഭക്ഷിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടവരം നൽകുകയും ചെയ്തു. ശ്ലോകം 61 ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഏയ് മത ചാബല്യ സഭ ലോകേര ദേഖായ ദുഃഖകാരോ മനേ നഹേ സഭേ സുഖഭായ. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. പെൺകുട്ടികളോടുള്ള മഹാപ്രഭുവിന്റെ ഈ കൗശലം നിറഞ്ഞ പെരുമാറ്റം കേട്ടറിഞ്ഞ സാധാരണ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടായില്ല. അവരതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. ശ്ലോകം 62 ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഏകദിന വല്ലഭാചാര്യ കന്യാ ലക്ഷ്മി ഏകദിന വല്ലഭാചാര്യ കന്യാ ലക്ഷ്മി നാമ ദേവതാ പൂജിതേ ആയില കരി ഗംഗാസ്നാന. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഒരു ദിവസം വല്ലഭാചാര്യന്റെ പുത്രിയായ ലക്ഷ്മി സ്നാനം ചെയ്യുന്നതിനും ദേവോപാസനയ്ക്കുമായി ഗംഗാതീരത്തേക്ക് വന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ലക്ഷ്മി പണ്ട് ശ്രീരാമചന്ദ്ര പത്നിയായ ജാനകിയും ദ്വാരകയിൽ കൃഷ്ണ ഭഗവാന്റെ പത്നിയായ രുക്മിണിയും ആയിരുന്നു എന്ന് ഗൗരഗണോത്തേശ ദീപിക 45 പറയുന്നു. അതേ ഐശ്വര്യദേവത ചൈതന്യ മഹാപ്രഭുവിന്റെ പത്നിയാകാൻ ലക്ഷ്മിയായി അവതരിച്ചു. ശ്ലോകം 63. താന്റെ ദേഖി പ്രഭുര ഹൈല സ്വാഭിലാഷമന ലക്ഷ്മി ചിത്തെ പ്രീത പായില പ്രഭുര ദർശന. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ലക്ഷ്മി ദേവിയെ കണ്ട മഹാപ്രഭുവിനെ അവളോട് ആകർഷണമുണ്ടായി. മഹാപ്രഭുവിനെ ദർശിച്ച ലക്ഷ്മിക്കും മനസ്സിൽ അത്യന്തം പ്രീതി അനുഭവപ്പെട്ടു. ശ്ലോകം 64 ശ്രീല പ്രഭുവാദിക്ക് ജയ്. സഹജീക പ്രീതി
ദുൻഹാര കരീല ഉദയ ബാല്യഭാവശ്ചന്നതബു ഹൈല നിശ്ചയ. നിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഇരുവരിലും സഹജമായ പരസ്പര പ്രേമം ഉണർന്നു. അത് ബാല്യവികാരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും അവർ അന്യോന്യം ആകർഷിതരാണെന്ന് സ്പഷ്ടമായി. ഭാവാർത്ഥം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവും ലക്ഷ്മി ദേവിയും ശാശ്വതമായി ഭാര്യാഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് അവർ പരസ്പരം കാണുമ്പോൾ അവരിലെ സുപ്തമായ സ്നേഹം ഉണരുന്നത് തികച്ചും സ്വാഭാവികമാണ്. ആ കൂടിക്കാഴ്ചയിലൂടെ അവരുടെ സ്വാഭാവിക വികാരങ്ങൾ പെട്ടെന്നുണർന്നു. ശ്ലോകം 65. ദുൻഹദേക്കി ദുൻഹാര ചിത്തേ ഹൈല ഉല്ലാസ ദേവപൂജ ഛലേ കൈല ദുൻഹ പരകാശാം. വിവർത്തനം ശ്രീല പ്രഭുവാദ്. അവർ ഇരുവരും പരസ്പര ദർശനത്തിന്റെ സ്വാഭാവികമായ ആനന്ദോല്ലാസം അനുഭവിക്കുകയും ദേവാരാധനയുടെ മറവിൽ തങ്ങളുടെ വികാരങ്ങൾ പ്രകടമാക്കുകയും ചെയ്തു. ശ്ലോകം 66 ശ്രീല പ്രഭുവാദിക്ക് ജയ്. പ്രഭു കഹേ ആമാ പൂജ ആമീ മഹേശ്വര ആമാരെ പൂജിയിലേ പാപേ അഭീപ്സിതവര. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. മഹാപ്രഭു ലക്ഷ്മിയോട് പറഞ്ഞു, എന്നെ മാത്രം പൂജിക്കുക. ഞാനാണ് പരമോന്നതനായ ഭഗവാൻ. എന്നെ പൂജിച്ചാൽ തീർച്ചയായും നീ ആഗ്രഹിക്കുന്ന വരം ലഭിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുവാദ്. ഭഗവാൻ കൃഷ്ണൻ സ്വയം പ്രഖ്യാപിച്ച തത്വശാസ്ത്രം തന്നെയാണിത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക. ഞാൻ നിന്നെ സകല പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഭയപ്പെടേണ്ട. ഭഗവത്ഗീത 18:66. ജനങ്ങൾക്കിത് മനസ്സിലാകില്ല. അവർ ധാരാളം ദേവന്മാർക്കും മനുഷ്യർക്കും പൂച്ചകൾക്കും നായ്ക്കൾക്കും സ്തുതികൾ അർപ്പിക്കുന്നത് ശീലമാക്കിയിരിക്കുന്നു. പരമോന്നതനായ ഭഗവാനെ ആരാധിക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ അവരത് നിഷേധിക്കുകയും ചെയ്യുന്നു. ഇതിനെ മായയെന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ ഒരുവൻ പരമോന്നതനായ ഭഗവാനെ ആരാധിക്കുന്ന പക്ഷം മറ്റാരെയും ആരാധിക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, ഒരു ഗ്രാമത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ കിണറുകൾ ഉപയോഗിക്കേണ്ടി വരാം. പക്ഷേ നിരന്തരം ജലം പ്രവഹിക്കുന്ന ഒരു നദിയിലേക്ക് ചെന്നാൽ എല്ലാ ആവശ്യങ്ങളും നദിയിലെ ജലം നിറവേറ്റും. ഒരു നദി ഉണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ നിന്ന് കുടിവെള്ളം എടുക്കാം, വസ്ത്രങ്ങൾ കഴുകാം, കുളിക്കാം, മറ്റാവശ്യങ്ങളും നിർവഹിക്കാം. അങ്ങനെ ആ ജലം അയാളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു. അതുപോലെ പരമദിവ്യോത്തമ കൃഷ്ണനായ കൃഷ്ണനെ ആരാധിക്കുന്ന പക്ഷം ഒരുവൻ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നു. കാമൈസ്തൈസ്തൈഹൃതജ്ഞാന പ്രപത്യന്തേ അന്യദേവത ഹൃദജ്ഞാനേർ മാത്രമേ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വിവിധ ദേവന്മാരെ ആരാധിക്കുകയുള്ളൂ. ഭാഗവതം 7:20. ഭഗവത്ഗീത 7:20. ഹരേ കൃഷ്ണ. ശ്ലോകം 67. ലക്ഷ്മീതാരാംഗേദില പുഷ്പചന്ദന മല്ലികാര മാലാദിയ കരീല വന്ദന. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. മഹാപ്രഭുവിന്റെ ആജ്ഞ കേട്ട ലക്ഷ്മി ദേവി ചന്ദനക്കുഴമ്പും പുഷ്പങ്ങളും നൽകിയും മല്ലികപ്പൂക്കളുടെ ഹാരം അണിയിച്ചും പ്രാർത്ഥനകൾ അർപ്പിച്ചും തക്ഷണം അവിടുത്തെ ആരാധിച്ചു. ശ്ലോകം 68. ശ്രീല പ്രഭുവാദിക്ക് ജയ്. പ്രഭു താര പൂജാപാന ഹാസിതേലാഗില ശ്ലോകപാടി താര ഭാവ അംഗീകാര കൈല. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ലക്ഷ്മിയാൽ ആരാധിക്കപ്പെട്ട മഹാപ്രഭു മന്ദഹസിച്ചു. അവിടുന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നൊരു ശ്ലോകം ചൊല്ലുകയും അതിലൂടെ ലക്ഷ്മിയുടെ ഭാവവികാരങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ 22-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകമാണ്. ഗോപികമാർ ദുർഗാദേവിയെ അഥവാ കാർത്യായനിയെ ആരാധിച്ചു. പക്ഷേ ഭഗവാൻ കൃഷ്ണനെ തങ്ങളുടെ ഭർത്താവായി ലഭിക്കണമെന്നതായിരുന്നു അവരുടെ അഭിലാഷം. പരമാത്മാവായ കൃഷ്ണനെ ഗോപികമാർക്ക് തന്നോടുള്ള തീവ്രമായ ആഗ്രഹം ബോധ്യമായി. അതിനാൽ അവിടുന്ന് വസ്ത്രാപഹരണ ലീല ആസ്വദിച്ചു. യമുനാ നദിയിൽ സ്നാനം ചെയ്യാൻ പോയ ഗോപികമാർ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് കരയിൽ വെച്ചിട്ട് വിവസ്ത്രരായി നദിയിൽ സ്നാനം ചെയ്തു. കൃഷ്ണൻ ഈ അവസരം ഉപയോഗിച്ച് അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച് അവയുമായി ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അവരുടെ വിവസ്ത്രത ദർശിക്കുന്നത് വഴി ആ ഗോപികമാരുടെ പതിയാകാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് ഈ ലീലയാടിയത്. ഗോപികമാർ കൃഷ്ണനെ അവരുടെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന് മുന്നിൽ മാത്രമേ
വിവസ്ത്രയാകാൻ കഴിയൂ എന്നതിനാൽ അവരുടെ ആഗ്രഹം സഫലമാക്കുന്നതിനായി കൃഷ്ണ ഭഗവാൻ വസ്ത്രാഹരണ ലീലയിലൂടെ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. ഗോപികമാർക്ക് കൃഷ്ണനിൽ നിന്ന് അവരുടെ വസ്ത്രങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ കൃഷ്ണൻ ഈ ശ്ലോകം ചൊല്ലി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, ഇവിടെ നിർത്താല്ലേ പ്രഭു? 44. ഒരു ശ്ലോകം കൂടി വായിച്ചു, ഒരെണ്ണം കൂടി വായിച്ചു നിർത്താം. ഓക്കെ ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശ്ലോകം 69. സങ്കൽപ്പോ വിദിത സാധ്യോ ഭവദീനാം മദർച്ചനം, സങ്കൽപ്പോ വിദിത സാധ്യോ ഭവദീനാം മദർച്ചനം, മായാനുമോദിത സോസൗ സത്യോ ഭവിതുമർഹതി. വിവർത്തനം വൈശ്രീല പ്രഭുവാദിക്ക് ജയ്. പ്രിയപ്പെട്ട ഗോപികമാരെ, എന്നെ പതിയായി ലഭിക്കണമെന്ന നിങ്ങളുടെ അഭിലാഷവും അതിനായി നിങ്ങൾ നടത്തിയ ആരാധനയും ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ ഇച്ഛ സഫലമായി ഭവിക്കട്ടെ. എന്തെന്നാൽ ആ ഇച്ഛ സഫലമാകാൻ അർഹമാണ്. ഭാവാർത്ഥം വൈശ്രീല പ്രഭുവാദിക്ക് ജയ്. കൃഷ്ണന്റെ സഹിമാരായ ഗോപികമാർ മിക്കവാറും അവിടുത്തെ പ്രായത്തിലുള്ളവരായിരുന്നു. കൃഷ്ണൻ തങ്ങളുടെ ഭർത്താവാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സ്ത്രീ സഹജമായ ലജ്ഞം മൂലം അവർക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവരുടെ വസ്ത്രാഭരണത്തിന് ശേഷം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ അപഹരിച്ചതിനാൽ നിങ്ങൾ എന്റെ മുന്നിൽ വിവസ്ത്രരായി നിന്നിരുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ പത്നിമാരായി സ്വീകരിച്ചു എന്നാണ് ഇതിനർത്ഥം. വിഡ്ഢികളായ തെമ്മാടികൾ ചിലപ്പോൾ ഭഗവാന്റെയും ഗോപികമാരുടെയും ലക്ഷ്യം അറിയാതെ സ്വന്തം വീക്ഷണ കോണിലൂടെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അനാവശ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ വസ്ത്രാഭരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മഹാപ്രഭു ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ഇന്ന് റീഡിംഗ് ഇവിടെ നിർത്താം. പ്രഭു. ഹരേ കൃഷ്ണ. സോറി, ഒന്ന് പുറത്തു പോകേണ്ടി വന്നു. നമ്മൾ 69 വരെ വായിച്ചു നിർത്തി. ഇപ്പൊ ഓക്കെ, അടുത്ത ദിവസം തുടങ്ങാം. കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ദിവസം. ഹരേ കൃഷ്ണ. ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ചെയ്യാം. ഇതിന്റെ ഇപ്പൊ വായിച്ച ശേഷം നിർത്തല്ലേ? പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. श्रील प्रभात की जय. गुरुदेव की जय. निताय गौर प्रेमानंदे. हरि बोल. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഹരി ബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ.